Hello my dear friends, welcome to my YouTube channel Prahari's Care. സോ മിഡിൽ ഈസ്റ്റ് വാർ തീരുന്നില്ല. നമ്മളാണെങ്കിൽ അതിനെപ്പറ്റി പറഞ്ഞ് അതിൻ്റെ എല്ലാ ഡെപ്ത് ആൻഡ് കോർണറെല്ലാം നമ്മൾ സംസാരിച്ച് കഴിഞ്ഞു. ബട്ട് ട്രംപ് അങ്കിൾ യാതൊരു രക്ഷയില്ല. ട്രംപ് അങ്കിൾ എന്നും ഓരോ പുതിയ പ്രസ്താവനകൾ ഇറക്കുന്നു. ചിലപ്പോൾ വാർ ജയിച്ചെന്ന് പറയുന്നു, അല്ലെങ്കിൽ ജയിക്കുമെന്ന് പറയുന്നു. ഐ ഡോണ്ട് നോ വാട്ട് റിയലി ഹി വാണ്ട്സ് ടു ടെൽ ദി വേൾഡ്. ഇന്നത്തെ ഡെവലപ്മെൻറ്റ്സ് ഒക്കെ ഒന്ന് നോക്കി പോകാം. ഓക്കെ, ഒരു ബ്രിഡ്ജ്, ഇറാനിലെ ഖരാജ് എന്നുള്ള സ്ഥലത്തുള്ള ഒരു പാലം, അത് തകർന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അത് ഹെവി ഫയറിംഗ് ആയിരുന്നു അവിടെ, അത് തകർന്നിരിക്കുകയാണ്. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് എന്താണ് പറഞ്ഞത്? ഡൊണാൾഡ് ട്രംപ് വാണ്ട്സ് ഇറാൻ ആഫ്റ്റർ ബ്രിഡ്ജ് സ്ട്രൈക്ക് ദാറ്റ് US has not even started destroying what is left in Iran. ഇറാനിൽ ബാക്കിയായത് ഒന്നും തകർക്കാൻ ഞങ്ങൾ ഇതുവരെ ശ്രമിച്ചിട്ട് പോലും സ്റ്റാർട്ട് പോലും ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. ഹിസ് ലേറ്റസ്റ്റ് ത്രെറ്റ് ടു ഇൻറ്റൻസിഫൈ അറ്റാക്ക് കൂടുതൽ രൂക്ഷമാക്കാനുള്ള ഒരു ഉദ്ദേശമാണെന്നാണ് ട്രംപ് അങ്കിൾ ഇന്ന് പറഞ്ഞിരിക്കുന്നത്. ഓൺ സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചർ ഇഫ് ദർ ഈസ് നോ ഡീൽ ടു എൻഡ് ദി വാർ. ഈ യുദ്ധം നിർത്താൻ വേണ്ടി ഒരു ഡീലിലേക്കും ഇറാൻ വരുന്നില്ലെങ്കിൽ സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം തകർക്കും എന്നുള്ള ഒരു ഭീഷണിയാണ് ട്രംപ് അങ്കിൾ ഇന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇയാൾ പണ്ട് പറഞ്ഞൊക്കെ തെറ്റല്ലേ? ഇയാൾ പണ്ട് എന്തൊക്കെയാണ് പറഞ്ഞത്? ഡീലിന് തയ്യാറായി, ഡീല് തുടങ്ങി, ഡീലിന് അവർ സമ്മതിച്ചിരിക്കുന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ പറയുന്ന ഡീലിന് തയ്യാറായില്ലെങ്കിൽ ഞങ്ങൾ സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചർ അടിക്കും. അപ്പോൾ ഇതൊരു എന്താ പറയുന്നത്, ഇന്ത്യയിലെ പല പൊളിറ്റീഷ്യൻസും പറയുന്ന പോലെ ഇദ്ദേഹം ഒരു കംപ്ലീറ്റ് ലയറാണ്. കംപ്ലീറ്റ്ലി ഓൺലി ലൈങ്. പുള്ളിക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംസാരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറിയിരിക്കുകയാണ്. ഹി ഏർലിയർ പോസ്റ്റഡ് എ വീഡിയോ ഓഫ് ബ്രിഡ്ജ് ബീങ് ബോംബ്ഡ്. ബ്രിഡ്ജ് ബോംബ് ചെയ്ത് വീഴ്ത്തുന്ന ഒരു വീഡിയോ ഒക്കെ അദ്ദേഹം പ്രസിദ്ധീകരിക്കുകയുണ്ടായി. US ഫൈറ്റർ ജെറ്റ് F-15 ഇറാൻ വെടിവെച്ച് വീഴ്ത്തിയിരിക്കുകയാണ്. 2 സീറ്റർ കപ്പാസിറ്റി ഉള്ള ഫൈറ്റർ ജെറ്റാണ്. അതിൻ്റെ പക്ഷേ ഒരു പൈലറ്റ് ഇജക്റ്റ് ചെയ്ത് വീണു താഴെ. അദ്ദേഹത്തിനെ റെസ്ക്യൂ ചെയ്തിരിക്കുകയാണ്. അമേരിക്ക തന്നെ റെസ്ക്യൂ ചെയ്തിരിക്കുകയാണ്. മറ്റേ പൈലറ്റ് ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് എന്ത് പറ്റി എന്നുള്ള യാതൊരു വിവരങ്ങളുമില്ല. ദാറ്റ് ഈസ് ഓൾ അൺനോൺ. എ സെർച്ച് വാസ് അണ്ടർഗോൺ ഫ്രൈഡേ after a 2-seat F-15 fighter jet of United States of America was shot down over Iran. One of the pilots, F-15 pilots on the drowned jet was rescued and is alive, a US official informed. അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്, അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി എന്നാണ് US പറഞ്ഞിരിക്കുന്നത്. ഇറാൻ റെസ്പോൺസ്. ഇറാൻ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഇറാനിയൻ മീഡിയ സെഡ് 8 people were killed in the strike on PI bridge between Tehran and Karaj. ടെഹ്റാനിൽ നിന്ന് ഖരാജിലേക്ക് പോകുന്ന സ്ഥലത്തുള്ള ഈ പാലം, അതിൽ ഹെവി ബോംബാർഡ്മെൻറ്റ് നടന്നു. കറക്റ്റാണ്. അതിനകത്ത് 8 ആളുകൾ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. വിച്ച് വാസ് സ്റ്റിൽ അണ്ടർ കൺസ്ട്രക്ഷൻ. ബട്ട് ദി ബ്രിഡ്ജ് വാസ് സ്റ്റിൽ അണ്ടർ കൺസ്ട്രക്ഷൻ. ബ്രിഡ്ജ് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ കുറച്ച് നടത്തി ബാക്കിയുള്ള അതുപോലുള്ളൊരു ബ്രിഡ്ജായിരുന്നു. അത് യൂസ്ഡായിട്ടുള്ള ബ്രിഡ്ജായിരുന്നില്ല. യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാലം അല്ലായിരുന്നു എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് അവർ ഫർദർ പറഞ്ഞിരിക്കുകയാണ്, സ്ട്രൈക്കിംഗ് സിവിലിയൻ സ്ട്രക്ചേഴ്സ് ഇൻക്ലൂഡിങ് അൺഫിനിഷ്ഡ് ബ്രിഡ്ജസ്. അതായത് സിവിലിയൻ സ്ട്രക്ചറുകളിലൊക്കെ ആക്രമിക്കുക, അതുപോലെ തന്നെ പണി തീരാത്ത പാലങ്ങൾ ആക്രമിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താലൊന്നും ഞങ്ങൾ സറണ്ടർ ആകത്തില്ല. ദീസ് തിങ്സ് വിൽ നോട്ട് കമ്പൽ ഇറാനിയൻസ് ടു സറണ്ടർ. ഇതൊന്നും ചെയ്തെന്നുകൊണ്ടൊന്നും പേടിക്കുകയില്ല, ഞങ്ങൾ ഈ ഭീഷണിയിലൊന്നും വഴങ്ങത്തില്ല, ഞങ്ങൾ സറണ്ടർ ചെയ്യുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. ഫോറിൻ മിനിസ്റ്റർ അവരുടെ അബ്ബാസ് അറാഗാച്ചി ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് വാക്ക് പോര് എന്ന് പറയില്ല നമ്മൾ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചാലഞ്ചസും
അതിൻ്റെ കൗണ്ടർ റിപ്ലൈയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. യു എസ് ക്യാൻ ഈസിലി ഓപ്പൺ ഹോർമസ്. ട്രംപ് പിന്നെ പറഞ്ഞിരിക്കുകയാണ് യു എസിന് വേണമെങ്കിൽ സ്റ്റേറ്റ് ഓഫ് ഹോർമസ് ഈസിയായിട്ട് തുറപ്പിക്കാവുന്നതേ ഉള്ളൂ എന്ന്. അപ്പോൾ എന്താ ഇതുവരെ അവൻ തുറപ്പിക്കാതിരുന്നത്? ഇപ്പം ഇങ്ങനെ പറയുന്നതിന് എന്താ കാരണം? അദ്ദേഹം പറയുകയാണ്, ഡൊണാൾഡ് ട്രംപ് സെഡ് ദാറ്റ് വിത്ത് എ ലിറ്റിൽ മോർ ടൈം, കുറച്ച് സമയം കൂടി കിട്ടിയാൽ ദി യു എസ് ക്യാൻ ഈസിലി ഓപ്പൺ ദി ഹോർമസ് സ്ട്രെയ്റ്റ്സ്, ടേക്ക് ദി ഓയിൽ ആൻഡ് മേക്ക് എ ഫോർച്യൂൺ. കുറച്ച് സമയം കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഈ ഹോർമസ് സ്ട്രെയ്റ്റൊക്കെ ആധിപത്യമൊക്കെ ഞങ്ങൾ അവസാനിപ്പിക്കും, ഞങ്ങളതിലെ പോകും, എണ്ണ എടുക്കും, എന്നിട്ട് ഒരുപാട് കാശുകാരാവുന്ന പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇയാൾ പറയുന്നത്? God only knows. Earlier this week, Trump pressured allies to step in and reopen the vital trade route. നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ ഇതിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. നാറ്റോ കൺട്രീസിനോടെല്ലാം അദ്ദേഹം അപേക്ഷിച്ചു, ഒരുപാട് പറഞ്ഞു നോക്കി, എല്ലാവരും ഒന്ന് വാടോ, നമുക്ക് ഈ സ്റ്റേറ്റ് ഓഫ് ഹോർമസിലുള്ള പ്രതിബന്ധം എങ്ങനെ നീക്കാം, ഇറാനെ അടിച്ചമർത്താം. ആരും വന്നില്ല. എല്ലാവർക്കും ജീവനിൽ പേടിയുള്ളത് കൊണ്ടും അവരുടെ നാവികസേന നശിക്കരുത് എന്നുള്ള ആഗ്രഹമുള്ളത് കൊണ്ടും അവരാരും മുന്നോട്ട് വന്നില്ല. വരുമെന്നൊക്കെ 1-2 കൺട്രീസ് പറഞ്ഞു, പക്ഷെ ആരും വന്നില്ല. ആരും വരാതിരുന്നപ്പോൾ അപ്പം ട്രംപ് പറഞ്ഞത് എന്താണ്? ഞാൻ വെറുതെ ചോദിച്ചതാണ്, ഇവർ വരുമോ എന്ന് അറിയാൻ വേണ്ടി ഐ വാസ് ജസ്റ്റ് ടെസ്റ്റിംഗ് ദം എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ പറയുന്നു, ഇങ്ങനെയൊക്കെ പറയുന്നു. അപ്പോൾ സ്റ്റേറ്റ് ഓഫ് ഹോർമോസ് എന്ന് പറഞ്ഞാൽ ഒരു ബിഗ്ഗസ്റ്റ് ലെവറേജാണ് ഇറാൻ്റെ ദി മാക്സിമം നമ്പർ 1 ബാർഗൈനിങ് പോയിൻ്റാണത്. അദ്ദേഹം അത് ഇറാൻ ഒരിക്കലും വിട്ടുകൊടുക്കില്ല. ദേ ആർ റെഡി ടു ഡൈ എവ്രി വൺ, ബട്ട് ദേ വിൽ നോട്ട് ഓപ്പൺ ദി സ്റ്റേറ്റ് ഓഫ് ഹോർമസ് അണ്ടർ ദി പ്രഷർ ഓഫ് യു എസ്. ദി UN Security Council, അതായത് UNSC ഈസ് എക്സ്പെക്റ്റഡ് ടു വോട്ട് ടുമാറോ. നാളെ അവരൊരു വോട്ടെടുപ്പ് നടത്തുകയാണ് ഓൺ എ പ്രപ്പോസൽ ദാറ്റ് വുഡ് ഓതറൈസ് ഓഫ് ഡിഫെൻസീവ് ആക്ഷൻ ടു അലോ വെസൽ ടു സേഫ്ലി ട്രാൻസിറ്റ് ദി ഈ വാട്ടർ വേയിലൂടെ, അതായത് ഹോർമസ് സ്ട്രെയ്റ്റിലൂടെ സുഗമമായിട്ട് ട്രേഡിൻ്റെ വെസൽസ് എല്ലാം പോകാൻ വേണ്ടി ഉള്ള ഒരു ഡിഫെൻസീവ് ആക്ഷൻ വേണമെന്നുള്ളതിനൊരു വോട്ടെടുപ്പ് നടക്കാൻ പോവുകയാണ് UNSCയിൽ, അതായത് യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിൽ. അവിടെ അവരെന്ത് വോട്ട് ചെയ്ത് എന്ത് ആക്ഷൻ എടുക്കുന്നു, സപ്പോസ് അവർ പറയാണ് ബലം പ്രയോഗിച്ചിട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിനുള്ളൊരു ഓർഡർ വരും. പക്ഷേ UN ഒന്നും പറയുന്നത് ആരും കേൾക്കുന്നില്ല. ഈയിടെയായിട്ട് യുണൈറ്റഡ് നേഷൻസിനൊക്കെ അത്ര വിലയുണ്ടോ എന്നുള്ളത് ഒരു $1 മില്യൺ ക്വസ്റ്റ്യനാണ്. ഓക്കെ, യുദ്ധത്തിൻ്റെ കെടുതികൾ പറയുമ്പോൾ ഡെത്ത് ടോൾ പറയുന്നത് എനിക്ക് വളരെയധികം വിഷമമാണ്. ബീങ് എ സോൾജിയർ, ഐ ഡോണ്ട് വാണ്ട് ടു സേ ദാറ്റ് number of പേഴ്സൺ കിൽഡ് ഇൻ എ വാർ, ലൈക്ക് അത് ഒരു മരണസംഖ്യ പറയുമ്പോഴത്തേക്ക് നമുക്കത് മരിച്ചു കഴിഞ്ഞാൽ എല്ലാ സോൾജേഴ്സിനും ഒരേ റെസ്പെക്റ്റാണ്, ഒരേ സല്യൂട്ടാണ്. ഓക്കെ, അത് കാരണം നമ്മൾ അങ്ങനെ പറയുന്നത് ശരിയല്ല. എന്നാലും ഇപ്പോൾ ഇന്നലെ വന്നൊരു റിപ്പോർട്ട് അനുസരിച്ച് മോർ ദാൻ 3,000 പീപ്പിൾ ഹാവ് ബീൻ കിൽഡ് അക്രോസ് മിഡിൽ ഈസ്റ്റ്. 3000 ആളുകൾ മരിച്ചിട്ടുണ്ട്. അത് ആരൊക്കെ എവിടെയൊക്കെയാണെന്നുള്ളത് ഐ ഡോണ്ട് വാണ്ട് ടു ഡിസ്കസ് ഇറ്റ് നൗ. മരിച്ചു കഴിഞ്ഞാൽ എല്ലാ സോൾജറും ഒരുപോലെയാണ്. ഇറാൻ അറ്റാക്സ്, അതിനിടയ്ക്ക് ഇപ്പം ഈ ട്രംപ് അങ്കിള് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇറാൻ അറ്റാക്ക്, ഫ്രഷ് അറ്റാക്സ് ഇൻ കുവൈത്ത്, ഇൻ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, സൗദി അറേബ്യ ആൻഡ് ബഹ്റൈൻ. ഈ കൺട്രികളിലൊക്കെ US നല്ല ഒരു അറ്റാക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, US ഇൻ്റലിജൻസ് അസസ് ചെയ്തിരിക്കുകയാണ് that Iran maintains a significant missile launching capability. ഇറാൻ ഇപ്പോഴും മിസൈൽ ലോഞ്ചിങ് കപ്പാസിറ്റി വളരെ സിഗ്നിഫിക്കൻ്റ്, വളരെ പ്രാധാന്യമേറിയതായിട്ട് ഒരുപാട് അതിനുള്ള കാപ്പബിലിറ്റി ഇപ്പോഴും ഇറാന് ഉണ്ട് എന്നാണ് US ഇൻ്റലിജൻസ് പറഞ്ഞിരിക്കുന്നത്. വെറുതെ അല്ല ഇവൻ ഞങ്ങൾ ജയിച്ചു, ഞങ്ങൾ പോവുകയാണെന്നൊക്കെ പറയുന്നതെന്ന് തോന്നുന്നു ട്രംപ്. അതിനിടയ്ക്ക് മറ്റൊരു രസകരമായ സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് ഒരു ലാസ്റ്റ് വീക്ക് നടന്ന കാര്യമാണ്, എന്നാലും അത് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു പോവുകയാണ്. ജോൺ ബോൾട്ടൺ, ഇതേപ്പറ്റി എവിടെയെങ്കിലും പേര് കേട്ടിട്ടുണ്ടോ? ഞാനും കേട്ടില്ലായിരുന്നു, പിന്നെയാണ്, കുറച്ച് പഴയ ആളാണ്.
ജോൺ ബോൾട്ടൺ, ഫോർമർ US നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ, US-ൻ്റെ NSA ആയിരുന്ന നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആയിരുന്ന ഒരു വ്യക്തിയാണ് ജോൺ ബോൾട്ടൺ. അദ്ദേഹം ഒരുപാട് സീനിയർ ആയിട്ടുള്ളൊരു ഓഫീസറാണ്, റിട്ടയർഡാണ്. അദ്ദേഹം ഇപ്പോഴുള്ള ഈ US-ൻ്റെ പരിപാടികളൊക്കെ ഇങ്ങനെ ഈ വേൾഡ് ലെവലിലുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച്, പ്രത്യേകിച്ചും മിഡിൽ ഈസ്റ്റിൽ ഒരു വാർ ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാൽ, മിഡിൽ ഈസ്റ്റ് താരതമ്യേന ഒരു ശാന്തമായിരിക്കുന്ന മേഖലയാണ്. ഇറാൻ പ്രശ്നങ്ങൾ, ഇറാൻ കുറേ ടെററിസ്റ്റിനെയും പ്രോക്സികളെയൊക്കെ വെച്ച് പുലർത്തുന്നുണ്ട്. എങ്കിൽ തന്നെ ഇതുപോലുള്ളൊരു എല്ലാ കൺട്രിയെയും ആക്രമിക്കുന്ന രീതിയിലൊരു സിറ്റുവേഷൻ വന്നതിൽ അദ്ദേഹം വളരെ ദുഃഖിതനാണ്. അദ്ദേഹം ഹെവിലി ക്രിറ്റിസൈസ് ചെയ്തിരിക്കുകയാണ്. ആരെ? ഡൊണാൾഡ് ട്രംപിനെ അയാൾ പറഞ്ഞു കേട്ടാൽ ആദ്യം അവരിങ്ങനെ ഡൊണാൾഡ് ട്രംപ് ഈസ് എ യൂസ്ഫുൾ ഇഡിയറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യൂസ്ഫുൾ ഇഡിയറ്റ്, അത് നല്ലൊരു ഇഡിയറ്റാണല്ലോ, യൂസ്ഫുള്ളാണ് ആൾ, ഇഡിയറ്റ് ആണെങ്കിലും. അതായത് പലപ്പോഴൊക്കെ പ്രയോജനമുള്ള ഒരു വിഡ്ഢി എന്നായിരിക്കും അതിൻ്റെ അർത്ഥം അല്ലേ. എനിവേ, വിത്ത് നോ റിയൽ ഗ്രാസ്പ് ഓഫ് ഹിസ്റ്ററി, അതായത് ശരിയായ ഹിസ്റ്ററി ഒന്നും അറിയാത്ത ഒരു യൂസ്ഫുൾ ഇഡിയറ്റാണ്. ഹിസ്റ്ററി അറിയില്ല, പ്രിൻസിപ്പിൾസ് അറിയില്ല, ഫോറിൻ പോളിസി അറിയേയില്ല. അങ്ങനത്തെ ഒരു പ്രസിഡൻ്റാണ് ഈ നമ്മുടെ വിശിഷ്ട വ്യക്തിയായ ഡൊണാൾഡ് ട്രംപ് എന്നാണ് ജോൺ ബോൾട്ടൺ പറഞ്ഞിരിക്കുന്നത്. അമേരിക്കയുടെ മുൻപുണ്ടായിരുന്ന നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറാണ്, NSA ആയിരുന്നു. NSA എന്ന് പറഞ്ഞാൽ നമ്മൾ അജിത് ഡോവാളാണ്. അപ്പോൾ അത്രയും സീനിയർ, അത്രയും ഇമ്പോർട്ടൻറ്റ് പോസ്റ്റിൽ ഇരുന്നിരുന്ന ഒരു വ്യക്തിയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഈ ജോൺ ബോൾട്ടൺ ചുമ്മാ പറഞ്ഞു പോയതല്ല കേട്ടോ. അദ്ദേഹം അത് വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. യുനോ, ബോൾട്ടൺ ഡിസ്ക്രൈബ്സ് ട്രംപ് ആസ് എ വെരി ഇൽ പ്രിപ്പയർഡ് കമാൻഡർ ഇൻ ചീഫ്. തീരെ പ്രിപ്പറേഷൻ ഇല്ലാത്ത ഒരു കമാൻഡർ ഇൻ ചീഫാണ് ട്രംപ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹു പ്രയോറിറ്റൈസ് പേഴ്സണൽ റിലേഷൻഷിപ്പ്. അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം കൊടുക്കുന്നത് പേഴ്സണൽ റിലേഷൻഷിപ്പിനാണ്, അതുപോലെ ട്രാൻസാക്ഷണൽ ഡീൽസിനാണ്, ഓവർ സ്ട്രാറ്റജിക് സെക്യൂരിറ്റി. അമേരിക്ക സ്വന്തം കൺട്രിയുടെ സ്ട്രാറ്റജിക് സെക്യൂരിറ്റി നോക്കുന്നതിന് പകരമായിട്ട് പേഴ്സണൽ കാര്യങ്ങളും ട്രാൻസാക്ഷണൽ, അതായത് താൽക്കാലിക പ്രാധാന്യം കിട്ടുന്ന, താൽക്കാലിക പ്രാക്ടിക്കൽ പർപ്പസ് മാത്രം നോക്കിക്കൊണ്ട് കൺട്രിയുടെ സ്ട്രാറ്റജിയുടെ യാതൊരു വിലയും കൊടുക്കാത്തൊരു വ്യക്തിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം കാറ്റഗറിക്കലി പറഞ്ഞിരിക്കുന്ന ഈ പറയുന്ന കാര്യങ്ങൾ, ഒന്ന് ഫോറിൻ പോളിസി ഇൻകോമ്പറ്റൻസ്. ഫോറിൻ പോളിസി എന്നതിൽ തീരെ ഒരു കാപ്പബിലിറ്റി ഇല്ലായ്മ, കോമ്പറ്റൻസി ഇല്ലായ്മ. രണ്ടാമത് പറഞ്ഞ് ട്രാൻസാക്ഷണൽ നേച്ചർ. എപ്പോഴും അയാൾക്ക് ആരോടെന്ത് മെച്ചമുണ്ടോ അവരെ സഹായിക്കുക, അല്ലാതെ ഓവറോൾ അമേരിക്കൻ ജനതയുടെ ഇൻട്രസ്റ്റ് ഒന്നും അയാൾ നോക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നത്. സ്ട്രാറ്റജിക് റിസ്ക്. അദ്ദേഹം ഈ ഏർപ്പെടുന്ന യുദ്ധങ്ങളിലെല്ലാം ഒരുപാട് സ്ട്രാറ്റജിക് റിസ്ക് ഉണ്ട്, പ്ലാനിങ് ഇല്ലായ്മയുണ്ട്. അതിന് അദ്ദേഹം ഉദാഹരണം പറഞ്ഞിരിക്കുന്നത്, ഈ സ്റ്റേറ്റ് ഓഫ് ഹോർമസിനെ ആദ്യം പിടിച്ചെടുക്കണമായിരുന്നു. നിങ്ങൾ ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് അവിടെ ഒരു പിടി മുറുക്കിയിരുന്നെങ്കിൽ ഇറാൻ ഇത്രയും അഗ്രസീവ് ആകത്തില്ലായിരുന്നു. ഇപ്പോൾ ഇറാന് ഒരു 100% ലേവറേജ് കിട്ടിയിരിക്കുകയാണ് ബൈ ദി വേ ഓഫ് സ്റ്റേറ്റ് ഓഫ് ഹോർമസ്. അതില്ലാതാക്കണമായിരുന്നു ആദ്യം തന്നെ, എന്നിട്ട് വേണം ഈ യുദ്ധം എന്നാണ് പറയുന്നത്. ഇത് എന്ന് പറഞ്ഞാൽ ആക്ച്വലി അമേരിക്ക യുദ്ധം ചെയ്തെന്ന് പറഞ്ഞാൽ തീരെ പ്ലാനിങ് ഇല്ല എന്ന് പറഞ്ഞല്ലോ. അവനെ കൊണ്ട് ആക്ച്വലി ഇസ്രായേൽ ചെയ്യിപ്പിച്ചതാണെന്ന് തോന്നുന്നു കേട്ടോ. യുദ്ധം തുടങ്ങിയതിന് ശേഷമാണ് വേണ്ടിയിരുന്നില്ല എന്ന് പലപ്പോഴും ട്രംപിന് തോന്നിയതായിട്ട് അദ്ദേഹത്തിൻ്റെ പല സ്റ്റേറ്റ്മെൻറ്റ് കാണുമ്പോൾ നമുക്ക് തോന്നാറുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഡിസ്റിഗാർഡ് ഫോർ അഡ്വൈസ്. ആര് എന്ത് അഡ്വൈസ് കൊടുത്താലും, അത് അവരുടെ മന്ത്രിമാരാകട്ടെ, ഡിഫൻസ് പേഴ്സണലാവട്ടെ, മിലിറ്ററിക്കാരാവട്ടെ, അഡ്വൈസേഴ്സ് ആവട്ടെ, ആരെന്ത് പറഞ്ഞാലും അയാൾ കേൾക്കുമായിരിക്കും. ഈ ചെവിയുടെ കേട്ട് ഈ ചെവിയുടെ പുറത്ത് കളയുന്നു. അങ്ങനെയൊക്കെ ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഇയാൾ ഈ പൊട്ടത്തരം പലപ്പോഴും ചെയ്യുന്നത്. അതിൽ കുറേ കാര്യങ്ങളങ്ങ് ശരിയാകും. അപ്പോൾ അയാൾ എല്ലാവരും പറയും എനിക്ക് നോബൽ പ്രൈസ് വേണമെന്നൊക്കെ ഇടയ്ക്ക് പറയും അദ്ദേഹം. അങ്ങനെയൊക്കെ പറയണം, അത് കുഴപ്പമില്ല. ഇറഗുലർ മെത്തേഡ്സ്. ഒരു സോൾജർ എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്, യുദ്ധത്തിലും പ്രേമത്തിലും എന്തും ചെയ്യാം. എനിത്തിങ് ക്യാൻ ബി ഡൺ ഇൻ വാർ ആൻഡ് ലവ് എന്ന് പറയും. അതൊക്കെ പറയാവുന്നേ ഉള്ളൂ. യുദ്ധം എപ്പോഴും കറക്റ്റായിരിക്കണം. നിങ്ങൾ ഒരു കൺട്രിയെ യുദ്ധം ചെയ്ത് കീഴടക്കുക, ഓക്കെ, അത് നല്ല കാര്യമാണ്.
പക്ഷേ അതിലേറെ നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ജവാനെ, നിങ്ങളുടെ പ്രോപ്പർട്ടി, നിങ്ങളുടെ സ്വത്തിനെ, നിങ്ങളുടെ ജനങ്ങളെ, നിങ്ങളുടെ രാജ്യത്തെ നിങ്ങൾ മറ്റുള്ളവരെ കൊന്നു തള്ളുമ്പോഴേക്കും നമ്മളെല്ലാവരും അങ്ങ് മരിച്ചു പോയാലോ? അതിൽ വല്ല കാര്യമുണ്ടോ? യു ഹാവ് ടു ടേക്ക് കെയർ ഓഫ് യുവർ പീപ്പിൾ. യുനോ, നമ്മുടെ ഒരു ജവാൻ പോലും നമ്മൾ മരിക്കാൻ പാടില്ല. അവിടെ 10 കൊന്നെന്ന് വെച്ചാൽ നമ്മളൊരാൾ മരിക്കാൻ നമുക്ക് തയ്യാറാണോ? നോ, ദാറ്റ് ഈസ് റോങ്. ദാറ്റ് ഈസ് ദി റോങ് സ്ട്രാറ്റജി അറ്റ് ആൾ. അതാണ് ഇറഗുലർ മെത്തേഡ്സാണ് ഇദ്ദേഹം അരാണി ഡൊണാൾഡ് ട്രംപ് അവലംബിക്കുന്നത്. അതുകൊണ്ടാണ് പല വിയറ്റ്നാമിൽ നിന്നായാലും അഫ്ഗാനിസ്ഥാനിൽ നിന്നായാലും ഒക്കെ അയാൾക്ക് ഓടേണ്ടി വന്നത്, അല്ലെങ്കിൽ അന്ന് ഉള്ള അമേരിക്കൻസിന് ഓടേണ്ടി വന്നത്. യൂസ് ഓഫ് ട്വിറ്റർ, പിന്നെ ഇയാൾ വേറെ പറഞ്ഞാൽ അത് പിന്നെ ഞാൻ അതിലൊന്നും പറയുന്നില്ല. ട്വിറ്റർ യൂസ് ചെയ്യുന്നത് എപ്പോഴും എക്സിൽ ഇങ്ങനെ അയാളുടെ എല്ലാ വാറുകളും ട്വിറ്ററിലാണ്, അയാളുടെ എല്ലാ ഭീഷണികളും ട്വിറ്ററിലാണ് വരുന്നത്. അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അപ്പോൾ ഇത് ഒരു മോസ്റ്റ് ഡെവലപ്പിംഗ് സിനാറിയോ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. മൈ ഡിയർ ഫ്രണ്ട്സ്, ബൈ.